ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് നോക്കാം. നമ്മൾ ഇന്നലെ ഒരു ഫണ്ട് പർച്ചേസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ സൺഡേ ഒരു ഫണ്ട് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും NAV ഇന്നലത്തെ ഡേറ്റായിരുന്നു കാണിച്ചത്. സോ രണ്ടും ഇന്നലത്തെ ഡേറ്റിൽ തന്നെ നമുക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് അത് ഫണ്ട് ആഡ് ആയിട്ടുണ്ട് രണ്ടും. പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ടും അതുപോലെ തന്നെ ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫണ്ട് ഡയറക്റ്റ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡയറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ ഫോൺ പേന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫണ്ട്സാണ്. അതൊക്കെ റെഗുലറാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോസാണ് പൂർണ്ണമായിട്ടും കാണുന്നത്. ഇന്നലത്തെ NAV അനുസരിച്ചിട്ട് കുറവായിരുന്നു. അപ്പോൾ നമുക്കത് കുറച്ച് അഡീഷണൽ ആയിട്ട് നമുക്ക് യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്താണ് നോക്കാം. കണ്ടോ, 23rd NAV എന്ന് പറയുമ്പോൾ 91.21 ആയിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് ഏകദേശം ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഈ NAV അനുസരിച്ചിട്ട് എനിക്ക് 10.963 യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫണ്ട്. ഓക്കെ. അപ്പം സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾക്ക് യൂണിറ്റ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. മറ്റേ ഷെയർ മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരു സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ടൊക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഓവറോളിൽ കുറേശ്ശെ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ യൂണിറ്റ്സ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ. അപ്പം ഇന്നലത്തെ വാല്യൂ കുറവായതുകൊണ്ട്, അതായത് ഇന്നലെ 0.24% ഡിക്രീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2.49 കുറച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ടില്ല കേട്ടോ. സോ അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു NAV എന്ന് പറയുന്നത് ഡെയിലി ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം അപ്ഡേറ്റ് ആവുന്നതാണ്. അത് യൂഷ്വലി തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ 9 to 10 ബിറ്റ്വീൻ ആ ടൈമിൽ അപ്ഡേറ്റ് ആവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 11 o'clock ആയി. എന്നിട്ടും ഇതിൽ ഇപ്പോഴത്തെ NAV കിടക്കുന്നത് ഇന്നലത്തെയാണ്. ഓക്കെ. ഇപ്പോൾ 24 ആണ്. എന്നിട്ട് 23rd NAV തന്നെയാണ് നമുക്ക് ഈ ഫണ്ടിൽ കാണാൻ പറ്റുന്നത്. സോ ഇതുവരെയായിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതാണ് തിയററ്റിക്കലും പ്രാക്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ തിയറിയിൽ പഠിക്കുന്നത് പോലെയല്ല, നമ്മൾ ഇതിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, മ്യൂച്വൽ ഫണ്ട്സിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാണിക്കും, പിന്നെ ഒരു അപ്ഡേറ്റും ഉണ്ടാവില്ല എന്ന്. പക്ഷേ അതെൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ NAV അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഡെയിലി സ്റ്റാറ്റസിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യമില്ല. ബിക്കോസ് അത് ഒരു ദിവസം കയറിയാണെങ്കിൽ അടുത്ത ദിവസം കുറഞ്ഞിരിക്കും. അങ്ങനെയാണ് അത് പോകുന്നത്. പക്ഷേ അത് നമ്മൾ അത്രയായിട്ട് അഫക്റ്റ് ചെയ്യില്ല. ബിക്കോസ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. കുറഞ്ഞത് ഒരു 5 വർഷത്തേക്ക് അങ്ങനെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും നമുക്ക് ബാധകമല്ല. അപ്പോൾ ഡെയിലി അപ്ഡേറ്റിൻ്റെ കാര്യം ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചെയ്യാത്തത്. പിന്നെ ഓരോ ഫണ്ട്സും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്താണ് ചെയ്യുന്നത്. അതായത് ഒരു പോർട്ട്ഫോളിയോ അകത്ത് നമ്മൾ വേരിയസ് ഫണ്ട്സാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫണ്ട്സിൻ്റെയും ഫണ്ട് മാനേജർ വേറെയാണ് അല്ലേ. അപ്പോൾ ആ ഫണ്ട് മാനേജറിൻ്റെ ടൈം അനുസരിച്ചിട്ടാണ് അവരവിടെ ഫണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്, NAV അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ ഫണ്ട്സിൻ്റെയും NAV ഒരേ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ലോസ് ആണെങ്കിലും നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ NAV തലേ ദിവസത്തായിരിക്കും കിടക്കുന്നത്, അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അതാണ്. ഇപ്പോൾ നമ്മൾ ലോങ് റണ്ണിൽ പോകുമ്പോൾ ഇല്ല, ഇപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ പ്രോഫിറ്റ് ആണ്. പക്ഷേ ഇവിടെ അത് കാണിക്കുന്നില്ല. ബിക്കോസ് ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്റ്റേണലും അതായത് റെഗുലറും ഉണ്ട്, ഡയറക്റ്റ് ഫണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എനിക്ക് ഇത് പെർസെൻറ്റേജ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. ബട്ട് ഇന്നത്തെ റിട്ടേൺസ് 3 രൂപയാണ്. അപ്പം നമുക്കിവിടെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. XIRR എത്രയാണെന്നും ഓരോന്നിൻ്റെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നും ഇപ്പോഴത്തെ എമൗണ്ട് എത്രയാണെന്നും. പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 1000 ആണ്. ഇന്നത്തെ എൻ്റെ അവൈലബിൾ എമൗണ്ട് 1000 ആണ്. ഒരു കമൻറ്റും ഇല്ല. ദെൻ ICICI പ്രൊഡൻഷ്യലിൽ 700 ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. 709 ആണ് ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ. HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് റെഗുലർ ഗ്രോത്തിൽ 99 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. 100 റുപ്പീസാണ് ഇപ്പോഴത്തെ ബാലൻസ്. ദെൻ ICICI പ്രൊഡൻഷ്യൽ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് 100 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. 100 തന്നെ അവിടെയുണ്ട്. ദെൻ അതായത് ഇന്നലെ ലോസിലായിരുന്നു NAV ഇന്നലത്തെ. അതുകൊണ്ടാണ് എനിക്കതിൽ ചേഞ്ച് ആയിട്ട് കിടക്കുന്നത്. ഇന്നത്തെ NAV അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഒറ്റ ഫണ്ട്സിൻ്റെയും NAV അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അതിപ്പോൾ നമ്മൾ പാരാഗ്രാഫിനെ നമ്മൾ കാണിച്ചു. 23rd ആണ് കിടക്കുന്നത്. ICICIയുടെ നോക്കാം നമുക്ക് ഏതാ കിടക്കുന്നതെന്ന്. ICICIയുടെ കിടക്കുന്നത് 23rd തന്നെയാണ്. ദെൻ HDFC ഫ്ലെക്സി ക്യാപ്പിൻ്റെ കിടക്കുന്നത് NAV കിടക്കുന്നതും 23rd തന്നെയാണ്. ദെൻ ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റിയുടെ കിടക്കുന്നതും ഏതാണ് 23rd തന്നെയാണ്. ദെൻ കൊട്ടാക് നിഫ്റ്റിയുടെ കിടക്കുന്നതും 23rd തന്നെയാണ്. അപ്പോൾ ഒറ്റെണ്ണത്തിൻ്റെ അപ്ഡേറ്റഡ് അല്ല. അപ്പം ഇത് ഇന്നലത്തെ NAV വെച്ചിട്ടുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇന്നത്തെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാഗ് പാരിക് അത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ് ചെയ്തത്. അതിന് രണ്ടിനും റിട്ടേൺ 0 ആണ്. അപ്ഡേറ്റ് ചെയ്താലേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് ഇന്നലെ പർച്ചേസ് ചെയ്തത് ഇന്നലത്തെ റേറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഡിഫറൻസ് കാണിക്കാത്തത്. പിന്നെ ICICI പ്രൊഡൻഷ്യൽ വാല്യൂ ഗ്രോത്തിൽ ഇന്ന് 9 റുപ്പീസേ ഉള്ളൂ. ഇപ്പോൾ കുറഞ്ഞേക്കാണ് അവിടെ. ഓക്കെ. അപ്പോൾ ഇന്നലെ അവിടെ
കണ്ടോ നെഗറ്റീവ് റിട്ടേൺ ആണ് -49 ആണ്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആണ് 1.9. ഓക്കെ. ദെൻ HDFC ഫ്ലെക്സി ക്യാപ്പിൽ ഒരു ചെറിയ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ചേഞ്ചസ് ഒക്കെ നെഗറ്റീവാണ്. ആകെ ഒരു ഇച്ചിരി കയറിയിരിക്കുന്നത് നമ്മുടെ കൊട്ടാക് നിഫ്റ്റിയാണ്. പക്ഷേ അത് ഓൾറെഡി ലോസിലാണ്, -7.9% ലോസിലായിരുന്നു. സോ ഇന്നൊരു ചെറിയ ഇതുണ്ട്, അതാണ് അവിടെ ഗ്രീൻ കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഇന്ന് ലോസിലാണ് പോയിരിക്കുന്നത്. ഓക്കെ. ഇന്നത്തെ വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. 9 to 10 അപ്ഡേറ്റ് ആവുമെന്നാണ് നമ്മൾ തിയററ്റിക്കലി പഠിക്കുന്നത്. ബട്ട് അത് ഞാൻ ഇന്നലെയാണ് ചെക്ക് ചെയ്തിട്ട് കേട്ടോ. അതിൻ്റെ ടൈം മൊത്തം പോയി. കാരണം ഞാൻ ഇന്നലെ 9:30ക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കുന്നത് 10:30ക്കാണ്. അപ്പോഴും അപ്ഡേറ്റഡ് അല്ല. ദെൻ 11 o'clock ആയിട്ട് അപ്ഡേറ്റ് ആവാണ്ടായപ്പോൾ ഞാൻ ChatGPTയിൽ സെർച്ച് ചെയ്തു. അപ്പോൾ അവർ പറയുകയാണ് മിഡ് നൈറ്റോടുകൂടി ഓക്കെ ആവുമെന്ന്. അപ്പോൾ ഓക്കെ മിഡ് നൈറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ നോക്കിയില്ല. പിന്നെ പിറ്റേ ദിവസം ഇന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ പിന്നെ നോക്കിയത്. ആ ടൈമിലും അപ്ഡേറ്റഡ് അല്ലായിരുന്നു. ചില ഫണ്ട്സ് അപ്ഡേറ്റഡ് ആയിരുന്നു കേട്ടോ മിഡ് നൈറ്റ് കഴിഞ്ഞപ്പോൾ. അതുവരെ ഒറ്റ ഫണ്ടും അപ്ഡേറ്റഡ് അല്ലായിരുന്നു. എല്ലാം അന്നത്തെ നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ NAV വെച്ചിട്ടിരിക്കുകയായിരുന്നു. ദെൻ രാവിലെ 5 o'clock ആയപ്പോൾ ഒരു 3 ഫണ്ട്സിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു. പരാഗ് പാരഗാണ് ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് ആയത്. അത് രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് അത് അപ്ഡേറ്റ് ആയത് കേട്ടോ. ദെൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ChatGPTയിൽ ഈ ടൈമിൻ്റെ ഇത് വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അവർ പറയുകയാണ് അത് ഫണ്ട് മാനേജർ ആണ് ഇത് NAV പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇന്ന സമയം എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഫണ്ട് മാനേജറിൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് NAV അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം നമ്മൾ റെഗുലറായിട്ട് ഇത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമ്മളിത് ലോങ് ടേം ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റെഗുലറായിട്ട് വേണ്ട കാര്യമില്ല. ഓക്കെ. ഇപ്പോൾ വീക്ക്ലി ഒക്കെ വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബിഗിനർ ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് വീക്ക്ലി അപ്ഡേറ്റ് നോക്കാം. പിന്നെ വീക്ക്ലി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മന്ത്ലി ആവാം. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ക്വാർട്ടർലി ആവാം. അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മന്ത്ലി അങ്ങനെ വീക്ക്ലി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണെങ്കിൽ നമുക്ക് ഈ ഇതിൽ നിന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള കണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്വിച്ച് ഫണ്ട്സ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഫണ്ട് വേറെ ഇതിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ക്യാൻസൽ ചെയ്യാണ്ട് നേരെ വേറെ ഫണ്ടിലോട്ട് നമുക്ക് ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ആ ഒരു ഫണ്ട് ഹൗസിൻ്റെ തന്നെ വേറെ ഫണ്ടിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നെഗറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നമുക്ക് SIP കണ്ടിന്യൂ ചെയ്യാതെ ഫണ്ട് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫണ്ട് സ്വിച്ച് ചെയ്യാൻ ഇപ്പോൾ നോക്കിക്കോ, എനിക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഇത് മൊമെൻറ്റ് ഇത് കുറവാണ്. ഇന്നിപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വയ്ക്കാം. ഈ ഫണ്ട് ഞാൻ എടുത്തിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് നോക്കിയാൽ നെഗറ്റീവാണ്. ഓക്കെ. 100 ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ കറണ്ട് വാല്യൂ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഇതെനിക്ക് സ്വിച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. കാരണം 99 ആണ്. മിനിമം അവൈലബിൾ എമൗണ്ട് ഷുഡ് ബി 99 എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തത് കറണ്ട് 99 ആണ്. ഓക്കെ. അപ്പം ഇതെനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിഡീം ചെയ്യാം. അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ള വാല്യൂസ് നമ്മുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിലോട്ട് റിട്ടേൺ ആവും 2-3 ഡേയ്സിലോട്ട്. ആഫ്റ്റർ നമ്മുടെ എക്സിറ്റ് ലോഡും എക്സ്പെൻസും എടുത്തതിന് ശേഷമായിരിക്കും നമുക്കുള്ള എമൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ലോസ് വരണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിവിടെ SIP സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് ആ എമൗണ്ട് ആവുന്നത് നമ്മുടെ ലോസ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് ആവുന്നത് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ. വെയിറ്റ് ചെയ്യണം. ഇതിൽ പിന്നെ വെയിറ്റിംഗ് ചാർജ് അങ്ങനെയൊന്നുമില്ല. അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഇല്ല. മറ്റേ അപ്സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ മന്ത്ലി ഒരു സർട്ടൺ എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ചാർജസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു 100 റുപ്പീസ് കൊണ്ട് വലിയ ഗ്രോസ് ഇപ്പോൾ കറൻറ്റ്ലി ഉണ്ടാവില്ല. 100 ആയിരിക്കണമെന്നില്ല. നമ്മൾ SIP കൂട്ടി വരുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓടിപ്പടച്ച് നമ്മൾ വിഡ്രോ ചെയ്യാൻ നിൽക്കേണ്ട. അത് ഗ്രോ ചെയ്യാൻ അനുവദിക്കുക. ഇൻ കേസ് ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ SIP സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നിട്ട് അത് അവിടെ ഇടാം. നമുക്ക് അത് എന്ന് ഗ്രോ ആവുന്നോ അന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ അത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആ നെഗറ്റീവോട് കൂടി തന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണം അത്യാവശ്യം ഉണ്ടെങ്കിൽ വേറെ ഫണ്ടിലോട്ട് നമുക്കത് സ്വിച്ച് ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ഇൻവെസ്റ്റഡ് എമൗണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴല്ല SIP ആഡ് ചെയ്ത് പോയിട്ട് വേണം. പിന്നെ ഇത് ഞാൻ റെഗുലർ ഫണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് SIP ഇനി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ 4 ഫണ്ടിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ലോസ് സ്റ്റേജ് വരുമ്പോൾ ഞാനത് റിഡീം ചെയ്യും. അതുപോലെ തന്നെ ഈ വാല്യൂ ഫണ്ട് ഗ്രോത്ത് ഞാൻ റെഗുലറിൽ നിന്ന് ഡയറക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇത്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത്, അതായത് കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത സംഭവം നമ്മുടെ ഇതിലോട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ. പരാഗ് പാരഗ്. ഓക്കെ. അതിൻ്റെ ഇത് അപ്പോൾ നമ്മളത് August 15 സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഒരു 27th മാറ്റിയിട്ടുണ്ടെങ്കിൽ ജൂണിൽ തന്നെ എനിക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ജൂണിൽ ഒരു മാസം തന്നെ 2 ഇൻസ്റ്റാൾമെൻറ്റ് വേണ്ട. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മാറ്റുന്നില്ല. ഒരു മറ്റേതിൻ്റെ 26 തന്നെ വെക്കാനാണ്. അപ്പോൾ 26 ആയിട്ടില്ല. ജൂലൈയിലോട്ട് വരും. ഓക്കെ ഫൈൻ. അപ്പോൾ ജൂലൈ 26 ഞാൻ ആക്കി. എന്നിട്ട് സേവ് ചേഞ്ച് കൊടുത്തു. അപ്പോൾ ഇത് ചേഞ്ച് ആവാനായിട്ട് 3 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ. വർക്കിംഗ് ഡേയ്സ് എടുത്തോട്ടെ. അപ്പോൾ ബാക്കി അത് സെറ്റായിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് SIPൻ്റെ എമൗണ്ട് മാറ്റാനായിട്ട് പറ്റും. SIP എമൗണ്ട് മാറ്റാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, SIPൻ്റെ ഡേറ്റ് മാറ്റാനും പറ്റും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെയുള്ളത് 2099 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4 റുപ്പീസാണ്. അത് ഇപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാം.
അപ്പോൾ ഓക്കെ. അപ്പോൾ ഡെയിലി അപ്ഡേറ്റിനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ സ്റ്റോക്കും കൂടി നമ്മൾ പർച്ചേസ് ചെയ്തത് വരുന്നതിൻ്റെ ഇത് നോക്കിയതാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് വന്നത് ഇന്നലെ HDFC ഞാൻ ഓർഡർ ചെയ്തെങ്കിലും ഫസ്റ്റ് തന്നെ എനിക്ക് ഇന്ന് രാവിലെ തന്നെ HDFC വന്നു. ബട്ട് പാരിക്ക് ഞാൻ സൺഡേ ഓർഡർ ചെയ്തിട്ട് പക്ഷേ എനിക്ക് ഇന്നാണ് വന്നത്. അതും ഒരു ഉച്ച ആ ടൈം ആയപ്പോഴാണ് ഇത് നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് ആഡ് ആയത്. അപ്പം അത് വെച്ചിട്ട് ഡിലേ വന്നിട്ടുണ്ട്. മേ ബി നമ്മൾ വീക്കെൻഡിൽ ചെയ്തുകൊണ്ടായിരിക്കും, അറിയില്ല. അപ്പോൾ ഇതിൽ NAV ചേഞ്ച് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യം ടൈം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ NAVയും കൂടി അപ്ഡേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടേ നമുക്കിതിൻ്റെ ഗ്രോത്ത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇന്നത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺ ആണ്. പക്ഷേ ടോട്ടൽ ഇതുവരെയുള്ള റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവാണ്. പ്രോഫിറ്റാണ്, 4 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്താണ് ലോങ് വീഡിയോസ് ഉണ്ടാവില്ല. നമുക്ക് ഷോർട്ട് അപ്ഡേറ്റ്സ് ആയിട്ട് എടുക്കാം. അതായത് വീക്ക്ലി ഡെയിലി ഇത് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് NAV അപ്ഡേറ്റ് ആയി വരാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ NAVയും കൂടി ഒരുമിച്ച് വന്നിട്ടേ നമുക്ക് ഗ്രോത്തിൻ്റെ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ തരും. ത്രൂ ഔട്ട് ഉണ്ടാവും. 6 മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി അടുത്ത എല്ലാ വീക്കെൻഡിലും നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ഇടാം. അപ്പോൾ വീക്കെൻഡിലാകുമ്പോൾ ഫ്രൈഡേയോട് കൂടി NAV തീരും. പിന്നെ സാറ്റർഡേ സൺഡേ NAV ഇല്ല. സെയിം ഫ്രൈഡേയുടെ NAV സാറ്റർഡേ ആകുമ്പോൾ അപ്ഡേറ്റ് ആവും. അപ്പോൾ നമുക്ക് സൺഡേയിൽ ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡേയുടെ NAV അവിടെ അപ്ഡേറ്റ് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഈ പോർട്ട്ഫോളിയോയുടെ അപ്ഡേറ്റ് എന്നായിരിക്കും എല്ലാ സൺഡേസിലും ഉണ്ടാകും. യൂഷ്വലി ചെറിയൊരു അപ്ഡേറ്റ് ആയിരിക്കും, ഒരു ഷോർട്ട്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ലോങ് വീഡിയോസ് ഇതിലെന്തെങ്കിലും പുതുതായിട്ട് കാര്യം ഞാൻ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതൊക്കെ ഞാനിവിടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ നമ്മളത് ഓരോ ഇതും ബോധേഡ് ആവണ്ട. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ SIP കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് തന്നെ അത് ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അത് ആ കൃത്യം ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് SIP ചെയ്ത് പൊക്കോളും. ഓക്കെ. അപ്പോൾ നമ്മളധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഒരു വീക്ക്ലി ഫസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വീക്ക്ലി എല്ലാ വീക്കിലും നമ്മൾ ജസ്റ്റ് അപ്ഡേറ്റ് എടുക്കാം. ഏതൊക്കെ ഫണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ലോസ് ഉള്ളത് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കിൽ ഇപ്പോൾ 4 തവണ നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 4 തവണയും ലോസ് വരുന്നത് ഏതാണെന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് പിന്നെ വരുമ്പോൾ നമ്മൾ മന്ത്ലി നോക്കാം. ഓരോ മാസം എടുത്ത് നോക്കാം. ദെൻ പിന്നെ ഓരോ ക്വാർട്ടർലി ആക്കാം. 3 മാസം കൂടുമ്പോൾ ഉള്ളതൊന്നും രീതിയിലാക്കാം. എന്നിട്ട് ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ലോസാണ് കാണിക്കുന്നതെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SIP സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫണ്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അത്രയും എമൗണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മറ്റേതിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. ഇനി സ്വിച്ച് ചെയ്യേണ്ടതാണെങ്കിൽ അത് റിഡീം ചെയ്തിട്ട് പിന്നെ ഏതിലാണെന്ന് വെച്ചാൽ അതിൽ കൊണ്ട് ഇടാം. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റേ സ്റ്റോക്സ് പോലെ റിസ്ക് ഇതിനകത്ത് അധികം ഇല്ല. ബിക്കോസ് നമ്മൾ ലോങ് റണ്ണിൽ ഇത് ബാലൻസ് ആയി പൊക്കോളും. ഓക്കെ. നമ്മുടെ ലോസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ SIP കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫോർ ഒരു 4, 6 ഒരു വർഷത്തോളം ഈ ലോസ് തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ 2-3 വർക്കിംഗ് ഡേയ്സിൽ തന്നെ നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് അത് അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. മാക്സിമം വിത്തിൻ നെക്സ്റ്റ് ഡേ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഓർഡർ കൊടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇനി റെയർ കേസിലാണ് തേർഡ് ഡേയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ വീക്കെൻഡിൽ പർച്ചേസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ രാവിലെ തന്നെ പർച്ചേസ് ചെയ്യുന്നത് അന്നത്തെ ദിവസം രാവിലെ തന്നെ, അതായത് 3 മണിക്ക് വരെ ഓർഡർ ആ ദിവസം 3 മണിക്ക് മുമ്പ് ചെയ്താലേ നമുക്ക് അന്നത്തെ NAVയിൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലാണ് കിട്ടുക. അപ്പോൾ മാക്സിമം ഒരു രാവിലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുവരെ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ മറ്റേ ഷെയർ മാർക്കറ്റിൽ നോക്കുന്ന പോലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ചെയ്യുന്നതും ഇവിടെ ബാധകമല്ല. ഇവിടെ നമ്മുടെ ഫണ്ട് മാനേജർ, ഓരോ ഫണ്ട് ഹൗസിലെ ഫണ്ട് മാനേജറാണ് NAV ഡിക്ലെയർ ചെയ്യുന്നത്. NAV ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫയലിൽ അപ്ലോഡ് ആവുന്നത് ഡിഫറെൻ്റ് ആണ്. ഒരേ ടൈമിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ ഫണ്ടിൻ്റെയും NAV ഒരേ ടൈമിൽ അപ്ഡേറ്റഡ് ആവില്ല. ഓക്കെ. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രോഫിറ്റാണോ ലോസാണോ എന്നൊക്കെ നോക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ് ഇതിന് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും വീക്ക്ലി നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ വീക്ക്ലി നോക്കാം. പിന്നെ അത് മന്ത്ലി ആക്കാം. പിന്നെ ക്വാർട്ടർലി ആക്കാം. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഓക്കെ, താങ്ക് യു.